5 കോടിയിലേറെ രൂപ വിലമതിപ്പുള്ള MDMA എന്ന രാസലഹരിയാണ് പോലീസ് ഡാൻസ് ഓഫ് ടീം പിടിച്ചെടുത്തത്. ഈ വണ്ടി മാത്രമേ വേറെ വണ്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഇവരെ ലഗേജ് മൊത്തം എൻ്റെ വണ്ടി കൊള്ളാത്തതുകൊണ്ട് ഒരു പിക്കപ്പ് ലൈലൻഡ് പിക്കപ്പിലാണ് അത് വരുന്നത്. അത് ബേക്കിൽ വരുന്നുണ്ടെന്ന് കസ്റ്റംസിന് ഇവരെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ കസ്റ്റംസ് എന്ന വകുപ്പ് തന്നെ ഇവരിരുന്ന് ഒരു കുപ്പി കൂടെ എടുത്ത് അതിനകത്ത് വെച്ചായിരുന്നു. ഇനി അമ്മമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസ് കൈ കാണിച്ചുകൊണ്ട് നമ്മളെ കുപ്പി ഇരിക്കണോണ്ടാണ് നിർത്താതെ പോയെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ കേരളം മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. സഞ്ജുവിന്റെ ഭാര്യയും 2 മക്കളും പിന്നെ വേറൊരു കൂടെയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ ഈ നായ്ക്കളെ അഴിച്ച വിടാറുമായിരുന്നു പതിവ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഓട്ടം വിളിച്ച് 2000 രൂപയ്ക്കാണ് ഓട്ടം വിളിച്ചത്. ഓട്ടം വിളിച്ച് ഈ ലഗേജും കൊണ്ട് ദീർഘകാലമായി ഈ പ്രതികൾ ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു. വണ്ടി എടുത്ത് പുറകെ പോയി 28-ാം മൈലിലും കണ്ടിട്ട് അവർ പിടിച്ചു. ഈന്തപ്പഴ പാക്കറ്റിനുള്ളിലാണ് ഈ 5 കോടി രൂപയുടെ മയക്കുമരുന്ന് അവർ കടത്തിക്കൊണ്ടുവന്നത്. ഈ കൂട്ടത്തിലുള്ള ഞാൻ പറയാൻ എന്നെ ഓട്ടം വിളിക്കണേ എനിക്ക് ഇതെന്ന് പറഞ്ഞില്ല. നമസ്കാരം. തിരുവനന്തപുരത്ത് വീണ്ടും വൻ മയക്കുമരുന്ന് രാസലഹരി വേട്ട. തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന ഏകദേശം 5 കോടിയിലേറെ രൂപ വിലമതിപ്പുള്ള MDMA എന്ന രാസലഹരിയാണ് പോലീസ് ഡാൻസ് ഓഫ് ടീം പിടിച്ചെടുത്തത്. പ്രതികൾ ഇന്നലെ രാത്രി ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുകയും ഒരു ഇന്നോവ കാറിൽ സഞ്ചരിക്കുകയും മറ്റൊരു പിക്കപ്പ് വാനിൽ തങ്ങളുടെ ലഗേജുകൾ കയറ്റുകയും ചെയ്തു. എന്നാൽ ദീർഘകാലമായി ഈ പ്രതികൾ ഡാൻസ് ഓഫ് ടീമിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പിറകെ പിന്തുടർന്ന ഡാൻസ് ഓഫ് ടീം കല്ലമ്പലത്ത് വെച്ച് ഈ 4 പ്രതികളെയും പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ വർക്കല സ്വദേശി സഞ്ജു, അദ്ദേഹം മയക്കുമരുന്നിൻ്റെ ഡോൺ എന്നാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. തന്നെ വലിയവിള സ്വദേശി നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. ഈ പറയുന്ന സഞ്ജു പണ്ട് ഈ അക്രമാസക്തമായ നായകളെ വീട്ടിൽ വളർത്തുകയും ആളുകൾ ചെല്ലുമ്പോൾ അതിൻ്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുകയും എന്തെങ്കിലും സംശയം തോന്നിയ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ ഈ നായ്ക്കളെ അഴിച്ച വിടാറുമായിരുന്നു പതിവ്. ഇതൊക്കെ പണ്ട് കേസായതാണ്. ഇതിനകത്ത് പ്രതി അറസ്റ്റിലായതുമാണ്. ഇതിലേറ്റവും രസകരമായ സംഭവം ഈന്തപ്പഴ പാക്കറ്റിനുള്ളിലാണ് ഈ 5 കോടി രൂപയുടെ മയക്കുമരുന്ന് അവർ കടത്തിക്കൊണ്ടുവന്നത്. ഈന്തപ്പഴം നിറച്ച ഒരു ബാസ്ക്കറ്റിനുള്ളിലായിരുന്നു ഈ MDMA അവർ കടത്തിക്കൊണ്ടുവന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദീർഘകാലമായി ഈ പ്രതികൾ ഡാൻസ് ഓഫ് ടീമിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അതുമാത്രമല്ല ഈ ഇന്നോവ കാറിനകത്ത് ഈ പറഞ്ഞ സഞ്ജുവിൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അവരെ ദേഹപരിശോധന നടത്തിയ ശേഷം അവരെ ഭാര്യയും കുട്ടികളെയും വിട്ടയച്ചു. ഭാര്യയുടെ പേരിൽ കേസെടുക്കുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. വ്യക്തത വ്യക്തമായിട്ടില്ല. അത് മാത്രമല്ല ഈ 5 കോടിയിലേറെ രൂപ മൂല്യം വരുമെന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഇത് ചെയ്ത് ഇവരെ ഓട്ടം വിളിച്ചാണ് പിറ്റേന്ന് പോയിട്ട് ഇന്നലെ ഹർത്താലിൻ്റെ പോയിട്ട് 6 മണിക്ക് അവിടെ ലാൻഡ് ആവുന്നു. 6:30 ഇറങ്ങി ഒരു നേരം 6 മണിയാകുമ്പോൾ എത്താം തിരുവനന്തപുരം എയർപോർട്ടിൽ. അങ്ങനെ ഞാൻ 6 മണിയായപ്പോഴേ അവിടെ വന്നപ്പം ഇറങ്ങിയിട്ട് 7 മണി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വിളിച്ച് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി അവരെ കയറ്റാൻ നിന്നപ്പോൾ ഒരു ഫാമിലി സ്ത്രീകളുണ്ടായിരുന്നു. സഞ്ജുവിൻ്റെ ഭാര്യയും 2 മക്കളും പിന്നെ വേറൊരു കൂടെയുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി കയറി അവരും കയറി ഇറങ്ങി പാർക്കിങ് കൊടുക്കാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇവിടെ വണ്ടി ലഗേജ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ വണ്ടിയിൽ കൊള്ളൂല, അതുകൊണ്ട് ഒരു പിക്കപ്പിൽ ലൈനൻ്റെ പിക്കപ്പിൽ കയറ്റി വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് മുമ്പേ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ആ വണ്ടിയെ പിടിക്കാൻ കുഴപ്പമില്ല, നമുക്ക് കൂടെ പോകാൻ വണ്ടിയെ പിടിക്കാമെന്ന് പറഞ്ഞു. കൂടെ പോയി പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ വന്നപ്പോൾ കണിയാവരം കഴിഞ്ഞിട്ടാണ് ഇവരെ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഈ വണ്ടിയിലാണ് ലഗേജ് ഇരിക്കുന്നത്. അപ്പോൾ ലഗേജെ കാണാം വണ്ടിയിൽ ലഗേജൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും കൊണ്ട് ഇവരെ വിട്ടിട്ട് എനിക്ക് നേരത്തെ വീട്ടിൽ പോകാമല്ലോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് വന്നു. ഇവിടെ കല്ലമ്പലം എത്തിയപ്പോൾ നമ്മുടെ പോലീസ് കൈയാണിയപ്പോൾ ഞാൻ നിർത്തിയപ്പം ഗ്ലാസ് ആക്കാൻ പറഞ്ഞ് ഗ്ലാസ് കാത്ത് സാറ് ഫ്രണ്ടിൽ ഇരുന്ന ആളുടെ അടുത്ത് ചോദിച്ച് പേരെന്തായിരുന്നു വെച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പേര് പറഞ്ഞിട്ട് ഇറങ്ങി വാങ്ങും. അങ്ങനെ എൻ്റെ അടുത്ത് പേര് വെച്ചപ്പോൾ പേര് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെ ഇറക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു ഈ വണ്ടി മാത്രമേ വേറെ ഏതെങ്കിലും വണ്ടി ഉണ്ടോയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് ഇവരെ ലഗേജ് മൊത്തം എൻ്റെ വണ്ടി കൊള്ളാത്തതുകൊണ്ട് ഒരു പിക്കപ്പ് ലൈലൻഡ് പിക്കപ്പിലാണ് അത് വരുന്നത്, അത് ബേക്കിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ ചാവിയും മേടിച്ചു
മൊബൈൽ മേടിച്ചിട്ട് വന്ന് മാറിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പിക്കപ്പ് വന്നു. പിക്കപ്പ് വന്നപ്പം ഇവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പം പിക്കപ്പ് കയ്യാണിക്ക് അങ്ങോട്ട് ചെന്നു. അപ്പോൾ പുള്ളി അങ്ങ് നേരെ അങ്ങ് പോയി. നേരെ പോയപ്പോൾ ആ പിക്കപ്പാണെന്ന് പറഞ്ഞ് അവർ വണ്ടി എടുത്ത് പുറകെ പോയി 28-ാം മൈലെല്ലാം കണ്ടിട്ട് അവർ പിടിച്ചിട്ട് അത് തിരിച്ചു കൊണ്ടുവന്നു. പിക്കപ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവരെടുത്ത് ചോദിച്ച് നിങ്ങളെ സാധനം വല്ലതും ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെ ഒന്നും സാധനമൊന്നുമില്ല, വേണമെങ്കിൽ സാറേ ഇത് ലഗേജാണ്, ഇതിൽ നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സാറന്മാർ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ലേഡീസുമാരെ ചെക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ ലേഡീസ് കോൺസ്റ്റബിളിനെ വിളിച്ചു. അങ്ങനെ അവർ വന്നിട്ട് ലേഡീസിനെ ഓരോന്നോരോന്നായി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് അവരിലൊന്നുമില്ല. അങ്ങനെ അവരെ ഒരു ആട്ടം വിളിച്ചിട്ട് അതിൽ പറഞ്ഞാണ് പെണ്ണുങ്ങളെ പറഞ്ഞാൽ പറ്റും. എന്നിട്ട് ബാക്കി പിന്നെ ഈ ലൈലാൻഡ് പിക്കപ്പിലുണ്ടായിരുന്ന ലഗേജ് എടുത്ത് കൊണ്ടുവന്ന് ഇവർ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതുവരെ ഞാൻ ഇവിടെ കിടന്നു. ഇവിടെ ചെക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം സാധനം കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ട് ഈ ലൈലാൻഡ് പിക്കപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാരെ പോലീസ് ജീപ്പിനകത്ത് ഇരുത്തിയേക്ക് വരും. അങ്ങനെ അവരെ വന്നുകൊണ്ട് ഈ ലൈലാൻഡ് പിക്കപ്പ് പിടിച്ച ആ ഡ്രൈവർക്ക് അറിയാമായിരുന്നു നല്ല സാധനം ഉണ്ടെന്ന്. അത് അറിയാം, എനിക്കറിയത്തില്ല. അവരെ കൊണ്ടായിരുന്നെന്ന് പറയാം. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ ഓട്ടം വിളിച്ച് 2000 രൂപയ്ക്കാണ് ഓട്ടം വിളിച്ച് ഈ ലഗേജും കൊണ്ട് 2000 രൂപയ്ക്കാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ലഗേജ് എടുത്തപ്പം ഇവരിരുന്ന് ഒരു കുപ്പി കൂടെ എടുത്ത് അതിനകത്ത് വെച്ചായിരുന്നു. പിന്നെ അമ്മമാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസ് കൈ കാണിച്ചുകൊണ്ട് നമ്മളെ കുപ്പി ഇരിക്കണോണ്ടാണ് നിർത്താതെ പോയെന്നാണ് അവർ പറഞ്ഞത്. അതിൽ എന്തിനാണ് സത്യാവസ്ഥ എന്നറിയില്ല. അങ്ങനെയാണ് ഇവിടെ പറയണ കേട്ടപ്പോൾ. അപ്പം സാറന്മാർ പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ടൊന്ന് ഇത് സാധനം കണ്ടപ്പോൾ തന്നെ അപ്പോഴേ അവരെ ഹാൻഡ് ക്യാഫ് എടുത്ത് ഇട്ട് പിന്നെ എൻ്റെ വണ്ടി എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വെച്ച് പിന്നെ നീ ഈ കൂട്ടത്തിലുള്ളതാണ് ഞാൻ സാധനം പിന്നെ പറയാം എന്നെ ഓട്ടം വിളിച്ചാണ് എനിക്കിതെന്ന് പറഞ്ഞുകൂടാ, ഈ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ പിന്നെ പല പോലീസുകാരന്മാരും വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു. ഇതപ്പം ഞാൻ പറഞ്ഞു പിന്നെ സാറേ എൻ്റെ ഈ ഇത്തരം കാര്യങ്ങൾ അറിയാവോളെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എങ്കിൽ നീ അവിടെ നില്ല്, ബാക്കി അവിടെ സംസാരിച്ചിട്ട് നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവരെ ചോദ്യം ചെയ്ത് പിന്നെ എക്സൈസൊക്കെ വന്നു എക്സൈസൊക്കെ വന്ന് പിന്നെ അത് നോക്കി അത് അളന്നിട്ടൊക്കെ പോയി. 5 കോടിക്ക് പുറത്ത് സാധനം ഉണ്ടല്ലേ? ഞാൻ 8:30 മണിയാകുമ്പോൾ പിടിച്ചാണ്. ഞാൻ ഇതുവരെ വീട്ടിലും പോയില്ല ഇവിടെ തന്നെ ഉണ്ട്. ഏതായാലും നമ്മുടെ തിരുവനന്തപുരം കസ്റ്റംസുകാരെ സംബന്ധിക്കാതെ നിവൃത്തിയില്ല. ഇത്രയും 5 കോടി രൂപയുടെ MDMA ഒക്കെ വിമാനത്തിൽ കൊണ്ടുവന്ന് എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും കസ്റ്റംസിന് വരെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ കസ്റ്റംസ് എന്ന വകുപ്പ് തന്നെ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കില്ല ഇങ്ങനെ ഈ ഒരു ഈന്തപ്പഴ പാക്കറ്റ് അങ്ങനെ ഇവിടെ MDMA ഇറങ്ങുന്നത്. നമുക്കറിയാം ഇവിടെ 24,000 കോടി രൂപയുടെ മയക്കുമരുന്നൊക്കെ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളം മയക്കുമരുന്ന് മാഫിയയുടെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത തെളിവാക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വയ്ക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. രാത്രി 9:30 പ്രതികളെ കല്ലമ്പലത്ത് വെച്ച് പോലീസ് ഡാൻസ് ഓഫ് ടീ പിടികൂടിയത്. ഏകദേശം 1.5 കിലോയോളം MDMA ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം. ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ സിരകളിൽ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ എന്തുമാത്രം ബാധിക്കും എന്ന് കണ്ടറിയുക തന്നെ വേണം. കാരണം ഇത് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വാർത്ത ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1,500 രൂപ 2,000 രൂപയൊക്കെയാണ് 1 ഗ്രാം MDMA വില. ഇത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അമ്മയുടെയും അച്ഛൻ്റെയും തലയടിച്ച് പൊട്ടിക്കുക, മാല പിടിച്ച് പൊട്ടിക്കുക, കമ്മലടിച്ച് മാറ്റി വയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല രക്ഷിതാക്കളും ഇതൊന്നും പേടിച്ച് പുറത്ത് വരാറില്ല. വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാലാർ സൈനിങ് ഓഫ്.